ഹലോ ഗൈസ്, എല്ലാവർക്കും ലെജൻഡ് ഓഫ് ലവ്യുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ അപ്പാൻ്റെ കടയ്ക്ക്, ഏകദേശം പറഞ്ഞാൽ ചെറിപ്പാൻ്റെ കടയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള കാണിക്കാം. അപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കടയുടെ പേര് വെൽക്കം ടു ദി ബൈത്തൽ മന്തി. അപ്പോൾ നമ്മൾ ബൈത്തൽ മന്തിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഉള്ളത്തെ വ്യൂസാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഉള്ളത്തെ വ്യൂസൊക്കെ നിങ്ങൾ നല്ല കണ്ട് ആസ്വദിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് അങ്ങോട്ട് ചെയ്യാം. അപ്പം നമ്മൾ എല്ലാ വ്യൂസും നമ്മൾ കാണിച്ചു തരും അല്ലേ. അപ്പം ഇതിൻ്റെ ഉള്ളൊക്കെ നമ്മൾ ആദ്യം കാണിച്ചു തരാം. അപ്പം ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടൻ്റെ ഉൾഭാഗം സോഫി ഡാൻസൊക്കെ നല്ലതുണ്ട്. ഇതാണ് മജ്ലിസ്. ഏകദേശം പറഞ്ഞാൽ നമ്മൾ കാർപ്പറ്റ് വിരിച്ച് അടിയിലിരിക്കും, പക്ഷേ ഫുഡ് ടേബിൾ മേൽ വെച്ച് ഇരിക്കും, ഹൈറ്റില്ലാത്ത ടേബിൾ മേൽ വെച്ച്. അപ്പം ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അണ്ടർഗ്രൗണ്ടിൽ പോവുക, കാരണം അവിടെയാണ് നമ്മളെ ഫുഡ് വെക്കണ മെയിൻ പ്ലേസ് വരുന്നത്. അപ്പം അണ്ടർഗ്രൗണ്ടിൽ ഗൈസ് എത്തിച്ചേർന്നു. അപ്പം ഗൈസ് അണ്ടർഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ട് നല്ല രീതിയിൽ തീയൊക്കെ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ മന്തി ചൂടാനുള്ളതല്ലേ. അപ്പം മന്തി ചൂടാനുള്ളതിന് വേണ്ടി തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ആ ചേരിട്ടില്ലേ, അതാണ് എൻ്റെ ഉമ്മാൻ്റെ അപ്പം ഏകദേശം പറഞ്ഞ കടയുടെ ഓണർ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് ഏകദേശം പറഞ്ഞാൽ എവിടെ വെച്ച് കാണാം, നമുക്ക് കടയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് കാണാം അല്ലേ. അപ്പം കടയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് എല്ലാവർക്കും നമ്മളെ കാണാൻ കഴിയും. അപ്പം ഇതാ നമ്മളിത് ഫുഡൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം അത് പൂട്ടാണ്, കാരണം അവർക്കും ഇതാക്കാൻ നമ്മൾ എയർ പോകരുത്. അലുമിനിയം ഫോയിൽ വെക്കും, അതിൻ്റെ മേലെ മൂടി വെക്കും. പിന്നെ എയർ അമർന്ന് നിൽക്കാൻ വേണ്ടി കല്ലും അതിൻ്റെ മേലെ വെക്കണം, നിർബന്ധമാണ്. അപ്പം അതും വെച്ച് ഗൈസ്. അപ്പം നമ്മൾ കുക്കർ ബിരിയാണി അഥവാ മധുഹൂത്തിന് വേണ്ടിയുള്ള സംഭവം വെച്ചിരിക്കണം. ഇതിപ്പോൾ മധുഹൂത്തിൻ്റെ മസാല നമ്മൾ കുപ്പിയിലാക്കണം, കാരണം ഇത് ഒറിജിനൽ മധുഹൂത്തിൻ്റെ മസാലയാണ് നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഇത് തുറക്കാനുള്ള ടൈം ആയിക്കണേ. അപ്പോൾ അത് തുറക്കട്ടെ. അപ്പം തുറക്കാൻ വേണ്ടി വെച്ചിട്ടാണ് നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ എടുത്ത് മാറ്റാൻ പോവാണ് ഗായ്സ്. അങ്ങനെ അലുമിനിയം ഫോയിലൊക്കെ എടുത്ത് മാറ്റി ചെറുതായിട്ടൊരു കണ്ടം വീണ് പോയി, അത് കുഴപ്പമില്ല, സാറില്ല. അപ്പം ഗൈസ് അത് എടുക്കട്ടെ. ചിക്കൻ മാറ്റി വെച്ച് നമ്മളെ മന്തി അത് എടുക്കട്ടെ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഗൈസ് മന്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് സെറ്റാക്കി വെക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഗൈസ് മന്തി എടുത്ത് വെച്ച് ഇനി നമുക്ക് അടുത്ത പണി നമ്മളെ മധുഹൂത്തുമൊക്കെ കിടക്കണം. മന്തി അവിടെ നിൽക്കട്ടെ, കുറേ പണിയുണ്ട് ഗൈസ്. അപ്പം നമ്മൾ മധുഹൂത്തുമൊക്കെ കിടന്നിട്ടുണ്ട്. ചക്ക തക്കാളി വെട്ട് ചിക്കൻ മസാല തേക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം മധുഹൂത്തിനുള്ളത് സെറ്റാണ് ഗൈസ്. അപ്പം ആളവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുക്ക ക്യാരറ്റ് കട്ടായി. അപ്പം അതും കഴിഞ്ഞ് ഗായ്സ്. അപ്പം ഏകദേശം പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് അയാളവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിക്കൻ നല്ല രീതിയിൽ കേൾക്കണം, കാരണം കെമിക്കലൊക്കെ അല്ലേ ഇപ്പോൾ. അപ്പോൾ നല്ല രീതിയിൽ കേക്ക് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് ഗായ്സ്. അപ്പോൾ ചിക്കൻ അവിടെ നിൽക്കട്ടെ. നമ്മളെ ഇത് ഫുഡൊക്കെ മധുഹൂത്തിൻ്റെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കുക്കർ ബിരിയാണിയും ഒക്കെ അഥവാ മധുഹൂത്ത് സെറ്റായി വരുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഗൈസ് മധുഹൂത്തിൻ്റെത് അവിടെ സെറ്റായി കൊണ്ട് നിൽക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് സംഭവങ്ങൾ. കടയുടെ ഉദ്ഘാടനം എന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ന്യൂ ഇയർ അഥവാ വ്യാഴാഴ്ച ആണ് വരുന്നത്. അപ്പം നിങ്ങൾ കടയിൽ എത്തിച്ചേരാം, നമുക്ക് അവിടെ വെച്ച് കാണാം. പിന്നെ റോഡ് വരുന്നത് കാക്കഞ്ചേരിയിൽ നിന്ന് പള്ളിക്ക ബസാർക്ക് പോകുന്നിടത്ത് അല്ലേ. പള്ളിക്ക ബസാർ എത്തണ്ട, കാക്കഞ്ചേരിയിൽ നിന്ന് കടന്ന് കുറച്ചുകൂടി കടന്നാൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും അവിടെ വെച്ച് കാണാം അല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് ഏകദേശം നമ്മളെ മധുഹൂത്ത് എടുക്കാനുള്ള ഏകദേശം ഒരു ടൈമായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കത്തുന്ന കണ്ടില്ലേ, അതിപ്പോൾ ഓഫാക്കും. അതുകൊണ്ട് അവിടെ മാറ്റി നിർത്താം ഗൈസ്. അപ്പം നമ്മൾ മധുഹൂത്ത് എടുക്കുന്നതിന് മുന്നേ മറ്റേ നമ്മളെ ഇത് സോസ് അടിക്കുകയാണ് ഫുഡിനുള്ള. അപ്പോൾ നമ്മൾ ഈ മന്തി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം തിന്നു കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കൂലേ. അപ്പം ആ ചായൻ്റെ ഗ്ലാസ് ചെറുതും വലിയ ഗ്ലാസ് മറ്റേ വെള്ളം കുടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മധുഹൂത്ത് ഇതാ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് മധുഹൂത്ത് എടുത്ത് പ്ലേറ്റൊക്കെ തട്ടുക, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ പ്ലേറ്റൊക്കെ തട്ടിയെടുത്താൽ നല്ല കണ്ട് കുഴച്ച് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എടുക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കണം, കണ്ടില്ലേ ഞങ്ങൾ നല്ല മിക്സ് ആക്കണം നമ്മളിത്. അപ്പം അതവിടെ നിൽക്കട്ടെ. നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം അതവിടെ നിൽക്കട്ടെ. നമ്മളെ പ്ലേറ്റിൽ വിളമ്പണം. ടേബിൾ വൃത്തിയാക്കി ടേബിളിൽ കൊണ്ടുപോയി പ്ലേറ്റും വെക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് പ്ലേറ്റ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. അതിന് ശേഷം ഇനി അടിച്ച് കയറ്റാം, അത് തന്നെ പരിപാടി, വേറെ ഒന്നുമില്ല. അപ്പം ഗൈസ് നമ്മൾ തിന്നാൻ പോവാണ് ഗൈസ്.
സാധനം ഉണ്ടല്ലോ ഉക്രൻ സീന് പവർ വൈബ് സാധനം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പം താങ്ക് യു.